സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മുഖ്യമന്ത്രി ചെയർമാനായാണ് സമിതി രൂപീകരിക്കുക. ദീപക് ധർമ്മടം വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, ഈ ഉന്നതാധികാര സമിതിയിൽ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? മന്ത്രിസഭാ യോഗത്തിന്റെ മറ്റ് തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരുന്നതേയുള്ളൂ. പക്ഷേ എന്നാൽ വളരെ നിർണായകമായ ഒരു തീരുമാനം, പ്രത്യേകിച്ചും വന്യജീവി ആക്രമണം പെരുകുന്ന വലിയ രീതിയിൽ വനമേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായാണ് ഈ വിഷയം മന്ത്രിസഭ പരിഗണിച്ചത്. അതായത് സംസ്ഥാനത്തെ ഒരു വലിയ പ്രതിസന്ധി അല്ലെ വലിയൊരു മലയോര മേഖലയിലെ പ്രശ്നം, ആ പ്രശ്നത്തെ മന്ത്രിസഭയുടെ അജണ്ടയിൽ ഇല്ലാതെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഔട്ട് ഓഫ് അജണ്ടയായി വിഷയം ഉന്നയിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ക്യാബിനറ്റ് ചർച്ച ചെയ്തതിൽ വനം മന്ത്രി ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ചികിത്സയിലാണ്. പക്ഷേ എന്നാൽ മറ്റ് വകുപ്പുകളെല്ലാം ഈ വിഷയത്തിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഇതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ തീരുമാനമെടുക്കേണ്ടതുണ്ട്. കേന്ദ്ര നിയമ ഭേദഗതി എന്നുള്ളതെല്ലാം വിശാലമായി കുറേ സമയമെടുക്കുന്നതാണ്. അതുകൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യാൻ വേണ്ടി സർക്കാരിൻ്റെ ഒരു ഉന്നതാധികാര സമിതിയാണ് രൂപം നൽകിയിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി ചെയർമാനാകും, വനം മന്ത്രി വൈസ് ചെയർമാനാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ സൂചന. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മറ്റാരൊക്കെ ഉണ്ടാകണം എന്നുള്ള ഘടനാപരമായ തീരുമാനം അഡ്മിനിസ്ട്രേറ്റീവ് വിഷയമാണ്. അത് മിക്കവാറും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. ഏതായാലും വനമേഖലയിലെ വന്യജീവി ആക്രമണം മനുഷ്യജീവനുകൾ എടുക്കുന്ന സാഹചര്യത്തിൽ അതിനെ നേരിടാൻ സർക്കാർ ഔട്ട് ഓഫ് അജണ്ടയായി തന്നെ ക്യാബിനറ്റിൽ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുകയും ഒരു തീരുമാനത്തിലേക്ക്, ഒരു ഉന്നത അധികാര സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. വീണസനു, സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദീപക് ധർമ്മടം.